ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പഠിച്ച പണി 18 അടവും മധുബാല അങ്ങനെ ജെയ്ക്കയുടെ മുന്നിൽ എടുക്കുകയാണ്. പാവത്താനെ പോലെ അഭിനയിച്ച് ജെയ്ക്കയെ തകർക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് മധുബാല അങ്ങനെ ജെയ്ക്കയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. നല്ല ഉദ്ദേശത്തോടല്ല മധുബാല എത്തിയിരിക്കുന്നതെന്ന് ജെയ്ക്കയ്ക്ക് നല്ല ബോധ്യവുമുണ്ട്. എന്നാൽ സുമിത്ര ടീച്ചറാണെങ്കിൽ മധുബാലയെ പോകാൻ അനുവദിക്കാതെ അവിടെ അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ആ പിടിവള്ളിയിൽ നിന്നാണ് മധുബാല അങ്ങനെ അവിടെ ഇപ്പോൾ താമസിക്കുന്നത്. ജെയ്ക്കയോട് എങ്ങനെയെങ്കിലും സ്നേഹം നടിച്ച് ാണ് മധുബാലയുടെ ശ്രമം. ജെയ്ക്കയും മധുബാലയും അങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിലും ജെയ്ക്കയ്ക്കാണെങ്കിൽ മധുബാലയെ നേരിട്ട് കാണുന്നത് പോലും ഇഷ്ടമല്ല. എന്നാൽ മധുബാല ജെയ്ക്കയെ അവോയ്ഡ് ചെയ്യുന്നത് കണ്ട് പറയുന്നുണ്ട്, ഞാനിപ്പോഴും നിങ്ങളുടെ ഭാര്യയാണെന്നുള്ള കാര്യം ജെയ്ക്ക ഇടയ്ക്ക് മറന്നു പോകുന്നുണ്ട്. ലീഗലി നമ്മളിപ്പോഴും ഡിവോഴ്സ് ആയിട്ടില്ല. അതുകൊണ്ട് ജെയ്ക്കയുടെ ഭാര്യ തന്നെയാണ് ഞാനിപ്പോൾ. അങ്ങോട്ടും അങ്ങനെ തന്നെയായിരിക്കും. എല്ലാം മറന്ന് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാമെന്ന് മധുബാല അങ്ങനെ ജെയ്ക്കയോട് പറയാണ്. ഇതെല്ലാം കേട്ട് ജെയ്ക്കയ്ക്കാണെങ്കിൽ നിയന്ത്രണം വിടുന്നുണ്ട്. എങ്കിലും കടിച്ചു പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് ആര്യയെയും ചിന്നുവിനെയും കാണിക്കുന്നുണ്ട്. ആര്യയ്ക്കാണെങ്കിൽ രാവിലെ തൊട്ട് പനിയാണ്. പനി വന്ന് കിടക്കുന്ന ആര്യയ്ക്ക് ചന്ദ്ര അങ്ങനെ കോഫി കൊടുക്കുന്നുണ്ട്. ഇത്ര നേരമായി എഴുന്നേറ്റില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആര്യ പറയുന്നുണ്ട്, എനിക്കെന്തോ വെയ്യ, തലവേദനിക്കുന്നു എന്നൊക്കെ പറയാണ്. ചന്ദ്ര തൊട്ടു നോക്കുന്നതും നല്ല ടെമ്പറേച്ചർ ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വിജയ് ശങ്കർ വരികയാണ്. അങ്ങനെ ചന്ദ്രയും വിജയ് ശങ്കറും കൂടി ആര്യയെ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായി നോക്കുന്നുണ്ടെങ്കിലും ആര്യ പറയുന്നുണ്ട്, വേണ്ട, കുറച്ചു നേരം കിടന്നാൽ മതി, മാറിക്കോളുമെന്ന് പറയാണ്. ചന്ദ്ര വേഗം ടാബ്ലറ്റ് എടുത്തു കൊടുക്കുന്നുണ്ടെങ്കിലും ആര്യ അത് കഴിക്കുന്നില്ല. അതിന് ചന്ദ്ര ആര്യയെ വഴക്കു പറയുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ചിന്നു ചുക്ക് കാപ്പി ഇട്ടുകൊണ്ട് വരികയാണ്. ചിന്നു വന്ന് അടുത്തിരിക്കുന്നതും ആര്യ വളരെ ഉത്സാഹത്തോടെ എഴുന്നേറ്റ് ബെഡിൽ ഇരിക്കുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നിനക്ക് നല്ല ചൂടുണ്ടെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ആ പനി മാറാനായി ഞാൻ ചുക്ക് കാപ്പി ഉണ്ടാക്കാൻ പോയതാണ്. ഇത് കുടിച്ചാൽ മതി, വേഗം തന്നെ നിന്റെ പനി മാറുമെന്ന് ചിന്നു അങ്ങനെ ആര്യയോട് പറയുകയാണ്. ആര്യയാണെങ്കിൽ ഒരു മടിയും കൂടാതെ ആ ചുക്ക് കാപ്പി വാങ്ങിച്ചു കുടിക്കുന്നുണ്ട്. എന്നാൽ ഇത് കണ്ട് ചന്ദ്രയ്ക്ക് സഹിക്കുന്നില്ല. അപ്പോൾ എന്തിനും ഏതിനും നിനക്ക് ചിന്നുവിനെ മതിയല്ലോ. നിന്റെ ഈ ചിന്നു ചേച്ചി നാളെ പോവും, അപ്പൊ പിന്നെ ഞാൻ തന്നെ കാണത്തുള്ളൂ, നീ മറക്കണ്ട എന്ന് ചിന്നുവിന്റെ മുന്നിൽ വെച്ച് ചന്ദ്ര അങ്ങനെ ആര്യയോട് പറയുകയാണ്. പിന്നീട് ആര്യയ്ക്കുള്ള ചൂട് കഞ്ഞിയുമായി ചിന്നു റൂമിലേക്ക് വരികയാണ്. ആര്യയ്ക്ക് ചിന്നു കഞ്ഞി വാരി കൊടുക്കുന്നുണ്ട്. അത് കുടിച്ചുകൊണ്ട് ആര്യ അങ്ങനെ ചിന്നുവിനോട് വളരെ സ്നേഹത്തോടെ പറയുന്നുണ്ട്, അമ്മയും അച്ഛനുമാണ് നിങ്ങളോടുള്ള എൻ്റെ വിരോധത്തിന് കാരണം ചേച്ചി. എൻ്റെ അമ്മയ്ക്കില്ലേ ഇപ്പോഴും ചേച്ചിയെ ഇഷ്ടമല്ല, എങ്ങനെയെങ്കിലും നമുക്ക് മാറ്റിയെടുക്കണമെന്നൊക്കെ ആര്യ അങ്ങനെ ചിന്നുവിനോട് പറയാണ്. ഇത് കേട്ട് ചിന്നുവിനാണെങ്കിൽ വിഷമാവുന്നുണ്ട്. ഇതോടെയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.